ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. അവർ സൈറ്റിൽ ജില്ലാതല ഒഴിവുകൾ ഇട്ടിട്ടുണ്ട്. ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിലവിലുള്ളതും 2024 ഡിസംബർ മുൻപ് ആരംഭിക്കാൻ പോകുന്നതുമായ വിവിധ ജില്ലയിലെ വിവിധ ഒഴിവുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അപേക്ഷകർ ആയത് നോക്കി ഒഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ഫോമുകൾ പൂരിപ്പിക്കുക എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതായത് കറക്ഷൻ ഫോമും അതുപോലെ തന്നെ സബ്മിറ്റ് ഫോമൊക്കെ ഉണ്ട്, നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. മാർച്ച് 23 അത് പൂരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ എല്ലാവരും ഈ ഒഴിവുകൾ ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ച് വേണം ഇത് പൂരിപ്പിക്കാനായിട്ട് എന്നവർ പറയുന്നുണ്ട്. 25-ാം തീയതി അതായത് മാർച്ച് 25-ന് പ്രസിദ്ധീകരിക്കുന്ന ജില്ലാ ഏരിയ തരത്തിലുള്ള മെറിറ്റ് ലിസ്റ്റ് നോക്കി ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ കാറ്റഗറി മാറ്റം വരുത്തുന്നതിനായിട്ട് 28-ാം തീയതി അതായത് മാർച്ച് 28-ന് ഫൈനൽ ഇൻ്റർവ്യൂ ഫോം പ്രസിദ്ധീകരിക്കുന്നതാണ് എന്നും അവർ പറയുന്നുണ്ട്. ഇനി ഏതൊക്കെ ജില്ലയിൽ എവിടേക്കാണ് വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ ജില്ലാതല ഒഴിവുകൾ എന്ന് കാണും. അതിൻ്റെ തൊട്ട് താഴെ ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ജില്ലകളിലും എവിടേക്കാണ് ബ്രാഞ്ചുകൾ വരുന്നത്, അവിടെ എത്ര ഒഴിവുകളാണ് ഉള്ളത്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫോം പൂരിപ്പിക്കുന്നതിന് മുന്നേ തന്നെ അതൊന്ന് വാക്കൻസിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പൂരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സൈറ്റിൽ പറയുന്നൊരു കാര്യമാണ് ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്. കാട്ടാക്കട, നെയ്യാറ്റിൻകര, കഴക്കൂട്ടം, പനവിള, കായംകുളം, മാവേലിക്കര, കൊച്ചി എന്നിവിടങ്ങളിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചുകളിൽ ഒഴിവുകളില്ല എന്നറിയാതെ കൺഫർമേഷൻ ഫോം പൂരിപ്പിച്ച ആളുകൾക്ക് ഈ ജില്ലയിലെ തന്നെ മറ്റൊരു ബ്രാഞ്ച് തിരഞ്ഞെടുക്കാനായിട്ട് അവർ മാർച്ച് 24-ാം തീയതിയിൽ അവസരം നൽകുന്നതാണ്. അതിനുള്ള ഫോം ഈ ഒരു സൈറ്റിൽ ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് തിരുത്തുന്നതിനായിട്ട് മറ്റൊരു അവസരം ഇനി ലഭിക്കുകയില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.